ക്രേസി ട്യൂട്ടേഴ്സിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് 5th സ്റ്റാൻഡേർഡിൻ്റെ റെക്റ്റാങ്കിൾ മാത്ത് എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിപ്പിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് പഠിപ്പിച്ചു തരാം. എല്ലാവരും ഇങ്ങോട്ടൊന്ന് നോക്കിയിരുന്നാൽ മതി. ശ്രദ്ധിച്ചിരിക്കണം, ശ്രദ്ധ പോകരുത്. അപ്പോൾ ഞാൻ റമീസ്, ഞാൻ മെഹർ. ഞങ്ങൾ രണ്ടുപേരും കൂടെ നല്ല അടിപൊളിയായിട്ടൊരു ക്ലാസ് എടുക്കാൻ പോവാണ്. ഓക്കെ, ശരി. അപ്പോൾ എന്താണ് മെഹർ മനസ്സിലാക്കുന്നത്? ഈ റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചേരുന്നതാണ്? ലെങ്തും പിന്നെന്താ ഹൈറ്റും കൂടെ ചേരുന്നതാണ്. അപ്പോൾ ലെങ്തും ഹൈറ്റും ചേരുന്നതാണ് ഒരു റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നോക്ക്, ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു ബോക്സ് കണ്ടോ? ഈ ഒരു ബോക്സ് കണ്ടിട്ട് എന്താണ് മെഹറെ നമുക്ക് തോന്നുന്നത്? ഈ ഒരു ബോക്സ് കണ്ടിട്ട് ഒരു സ്ക്വയർ ആണ്. ഒരു സ്ക്വയറിന്റെ ഒരു സൈഡ് 1 സെന്റിമീറ്റർ ആണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അല്ലേ, ഇവിടെ ഉണ്ട്. എങ്കിൽ പിന്നെ ഈ സൈഡ് എന്തായിരിക്കും? അതെന്താ കാര്യം? കാരണം സ്ക്വയറിന്റെ ഫുൾ സൈഡ്സ് സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, മെഹറിന് കാര്യങ്ങളൊക്കെ അറിയാം. ഈ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സൈഡ് 1 സെന്റിമീറ്റർ ആണെങ്കിൽ ഈ ഒരു സൈഡ് 1 സെന്റിമീറ്റർ ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഉറപ്പായിട്ട് ഇവിടെ എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പം പിന്നെ ഇവിടെ എന്താ 1 തന്നെയാണ്, അതെനിക്കറിയാം. മനസ്സിലായോ? അപ്പോൾ ഈ 4 സൈഡും 1 തന്നെ ആയിരിക്കും. അപ്പോൾ ഇതാണ് ഒരു സ്ക്വയറിന്റെ പ്രത്യേകത. ഒരു സൈഡ് എന്താണോ അതായിരിക്കും ബാക്കിയുള്ള 3 സൈഡുകളും. ശരിയല്ലേ? മാറ്റമൊന്നുമില്ലല്ലോ. ശരി, എന്നാൽ നമുക്ക് ഇങ്ങോട്ടേക്ക് വരാം. ഈ ഒരു സ്ക്വയർ 1 സെന്റിമീറ്റർ ഇവിടെ, 1 സെന്റിമീറ്റർ ഇവിടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സ്ക്വയറിന്റെ ഇതിനകത്ത് ഇത് എത്ര ആയിരിക്കും? 1 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ മെഹറിന് ഈ ഒരു ഇതിന്റെ ലെങ്ത് എത്രയായിരിക്കും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക? 6 സെന്റിമീറ്റർ ആണ് ഇവിടുത്തെ വിഡ്ത്ത് അല്ലെങ്കിൽ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇവിടെ 6 സെന്റിമീറ്റർ അങ്ങ് എഴുതി കൊടുത്തേക്കാം അല്ലേ? 6 സെന്റിമീറ്റർ ഇവിടെ മുതൽ ഇവിടെ വരെ. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ശരി, അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എത്ര? 1 സെന്റിമീറ്റർ ആണ്. 1 സെന്റിമീറ്റർ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ 1 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും? 1 സെന്റിമീറ്റർ ആയിരിക്കും അല്ലേ? കാരണം ഒരു റെക്റ്റാങ്കിൾ എടുത്താൽ ഈ സൈഡ് 6 സെന്റിമീറ്റർ ആണെങ്കിൽ ഈ സൈഡ് എത്ര ആയിരിക്കും? 6 സെന്റിമീറ്റർ തന്നെ ആയിരിക്കും. അതുപോലെ ഈ സൈഡ് 1 സെന്റിമീറ്റർ ആണെങ്കിൽ ഈ സൈഡും 1 സെന്റിമീറ്റർ തന്നെ ആയിരിക്കും. കാര്യം കഴിഞ്ഞു. ഇനിയാണ് ഞങ്ങൾ കണ്ടുപിടിക്കാൻ പോകുന്ന 2 കാര്യങ്ങൾ. എന്തൊക്കെയാ? പെരിമീറ്ററും ഏരിയയും. ഈ പെരിമീറ്റർ എന്താണെന്ന് വല്ലതും അറിയാവോ? അറിയാം. അപ്പോൾ ഇദ്ദേഹം പറയും കേട്ടോ. എന്നിട്ട് ഞാൻ പിന്നെ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ഞാൻ പറയാം. പെരിമീറ്റർ താങ്കളൊന്ന് ഇവിടെ കാണിച്ചു കൊടുക്കാവോ? എങ്ങനെയാണ് ഇതിന്റെ പെരിമീറ്റർ എഴുതുന്നതെന്ന്? ഇവിടെ 6 ആണെങ്കിൽ ഈ 6 എങ്ങനെ വന്നത്? ലെങ്ത് ഇല്ലേ? അപ്പോൾ ഈ സൈഡിലെ ലെങ്ത് പെരിമീറ്റർ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഏതൊക്കെ സൈഡുകൾ കൂട്ടണം? എല്ലാ സൈഡും കൂട്ടണം. അതായത് ഈ സൈഡ് കൂട്ടണം, ഈ സൈഡ് കൂട്ടണം, ഈ സൈഡ് കൂട്ടണം, ഈ സൈഡ് കൂട്ടണം. അപ്പോൾ പെരിമീറ്റർ ഉണ്ടെങ്കിൽ പെരിമീറ്റർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എല്ലാ സൈഡും അങ്ങ് കൂട്ടി വെക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ സൈഡ് എത്രയാണ്? 6. എഴുതിക്കോ, 6 പ്ലസ് ഇനി അടുത്ത ഈ ഒരു സൈഡ് കൂടെ എടുക്കുമ്പോൾ അതും 6 തന്നെയാണ്. ഇനി ഈ സൈഡ് എടുക്കുമ്പോൾ എത്രയാണ്? 1 അല്ലേ? പ്ലസ് ഈ സൈഡും കൂടെ എടുക്കുമ്പോൾ അതും 1 തന്നെയാണ്. അപ്പോൾ ഈ 2 സൈഡും 6ഉം 6ഉം, ഈ 2 സൈഡും 1ഉം 1ഉം. അങ്ങനെയാണ് മെഹറിന്റെ കണക്ക് പ്രകാരം പെരിമീറ്റർ കണ്ടുപിടിക്കുന്നത്. അങ്ങനെയാണ്. അപ്പോൾ ഇത് എത്ര ആയിരിക്കും? 14. നേരത്തെ കാണാപ്പാടം പഠിച്ചു വെച്ചാണോ? കൂട്ടി നോക്കിയായിരുന്നോ? ഓക്കെ, അപ്പോൾ ഇത് 14 ആണ്. 6 + 6 12, 12 + 1 13, 13 + 1 14. ഓക്കെ ആണല്ലോ? പക്ഷേ എനിക്ക് വേറൊരു ഐഡിയ ഉണ്ട്. ഇവിടെ പെരിമീറ്ററിന് ഒരു ഇക്വേഷൻ ഉണ്ട്. അത് ഇയാൾക്ക് അറിയോ? അറിയത്തില്ല. അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം. അതായത് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര ലെങ്ത് ഉണ്ട്? 6. അത് തന്നെ. എത്ര സൈഡുകളുണ്ട്? രണ്ട് ഒരേപോലെ 2 സൈഡ്. അപ്പോൾ 2 സൈഡിൽ 6 സെന്റിമീറ്റർ ഒരുപോലെ ഉണ്ട് അല്ലേ? അപ്പം 6 സെന്റിമീറ്റർ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 6 സെന്റിമീറ്റർ പ്ലസ് 6 സെന്റിമീറ്റർ പ്ലസ് 1 സെന്റിമീറ്റർ പ്ലസ് 1 സെന്റിമീറ്റർ അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര 6 ഉണ്ട്? 2. അപ്പോൾ എത്ര ലെങ്ത് ഉണ്ട്? 2 ലെങ്ത്. ഇതൊരു ലെങ്ത് ആണ്, ഇതൊരു ലെങ്ത് ആണ്. അപ്പൊ 2 ലെങ്തുകളുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. ഒരു പെരിമീറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടി 2 ലെങ്തുകളുണ്ട്. 2 ലെങ്ത്. പിന്നെന്തുണ്ട്? 2 ബ്രെഡ്ത്തുകളും ഉണ്ട്. ശരിയല്ലേ? അപ്പൊ 2 ലെങ്തും ഉണ്ട് പ്ലസ് 2 ബ്രെഡ്ത്തും ഉണ്ട്. ശരിയാണോ? എങ്കിൽ നമുക്ക് ഇത് വെച്ചൊരു ഇക്വേഷൻ തയ്യാറാക്കാം. ഇവിടെ രണ്ടിടത്തും കോമൺ ആയിട്ടുള്ളൊരു സാധനം എന്താ? 2 ആണ്. അപ്പൊ ആ 2നെ മാത്രം നമുക്ക് ഇങ്ങ് പുറത്തെടുക്കാം. ഓക്കെ, രണ്ടിടത്തുനിന്നും 2നെ നമുക്ക് ഇങ്ങനെ പുറത്തെടുക്കാം. എന്നിട്ട് ബ്രാക്കറ്റിനകത്ത് ബാക്കി ഇവിടെ 2 ഇഞ്ഞ് പുറത്തെടുത്ത് ഇവിടെയും 2 ഇഞ്ഞ് പുറത്തെടുത്ത് ഇവിടെ 2 ഇല്ലല്ലോ. ഇനി ഇവിടെ എന്താ ഉള്ളത്? ലെങ്ത് പ്ലസ് ഇവിടെ എന്താ ഉള്ളത്? ബ്രെഡ്ത്ത്. വളരെ ഈസി ആയില്ലേ? 2 × L + B അങ്ങോട്ട് എഴുതി കൊടുത്ത് അതിന്റെ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയില്ലേ? അപ്പോൾ ഈ മെഹറും ചെയ്താണെങ്കിൽ ഈ പരിപാടിയൊക്കെ ഇത്രയും ബുദ്ധിമുട്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ നിങ്ങൾക്ക്? ഇല്ല. അപ്പോൾ ഇതിനെ ഇനി മാറ്റം വരുത്തണം. അപ്പോൾ എന്താണ്? 2 ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്, 2 × L + B. അപ്പോൾ പെരിമീറ്ററിന്റെ ഇക്വേഷൻ പഠിച്ചു വെക്കുക. 2 × L + B. അപ്പോൾ 2 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. എന്താ ഈ കോൺസ്റ്റന്റ് എന്നറിയോ? ഒരു മാറ്റം ഉണ്ടാവത്തില്ല. ഒരു ഇക്വേഷനകത്ത് ഒരു നമ്പർ തന്നാൽ അതിനെ കോൺസ്റ്റന്റ് എന്ന് വിളിക്കും. കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഒരു കാലത്തും മാറ്റമില്ലാത്ത സംഭവമാണ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 2 ഒരിക്കലും മാറ്റം വരത്തില്ല. 2നെ 3 ആക്കാൻ പറ്റുമോ? ഇല്ല. Lനെ നമുക്ക് 3 ആക്കാം, 4 ആക്കാം, 5 ആക്കാം. Bയെ നമുക്ക് 5 ആക്കാം, 6 ആക്കാം, എന്ത് വേണമെങ്കിലും ആക്കാം. ഓക്കെ, അപ്പോൾ 2 × ഇവിടുത്തെ ലെങ്ത് എത്രയാ? 6. ഇവിടെ 6. പക്ഷെ രണ്ടും കൂടെ കോമൺ ആയിട്ട് എന്തെടുത്താൽ മതി?
ഒരു 6 മാത്രം എടുത്താൽ മതി. ഇപ്പോൾ 2 × 6 പ്ലസ് 2 ബ്രെഡ്ത്ത് ഒന്നും വേണ്ട, ഒരു ബ്രെഡ്ത്ത് മാത്രം എടുത്താൽ മതി. കാര്യം 2 കോമൺ ആയിട്ട് എടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഈ ലെങ്തും ബ്രെഡ്ത്ത് ഓരോന്ന് എടുത്തിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇരട്ടിയായി കിട്ടത്തില്ലേ? അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇവിടെ എത്ര, ഇവിടെ രണ്ടും ബ്രെഡ്ത്ത് എത്രയാ? 1 ആണ്. അപ്പോൾ ഒരു 1 മാത്രം എഴുതിയാൽ മതി. ഓക്കെ ആണേ. ഇനി വേറൊരു സംഭവം ഉണ്ട്, ബോട്ട് മാസ് റൂൾ എന്ന് പറഞ്ഞൊരു റൂളൊക്കെ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാക്കറ്റ്സ് ഓഫ് പിന്നെ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ആദ്യം എപ്പോഴും ബ്രാക്കറ്റിനകത്ത് കിടക്കുന്നതേ ചെയ്യാവൂ. അതിനുശേഷം മാത്രമേ പിന്നെ ഡിവിഷൻ ഉണ്ടെങ്കിൽ ഡിവിഷൻ, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അഡീഷനും സബ്ട്രാക്ഷനും അതിൻ്റെ പ്രയോറിറ്റിക്ക് അനുസരിച്ച് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്നത് ചെയ്യുമോ, പുറത്ത് കിടക്കുന്നത് ചെയ്യുമോ? ബ്രാക്കറ്റ്സ് ഓഫ് എന്നാണ്. അപ്പോൾ ബ്രാക്കറ്റിൽ കിടക്കുന്നത് തന്നെ ആദ്യം ചെയ്യണം. അപ്പോൾ 2നെ അതുപോലെ അനക്കാതെ വിട്ടാരെ. ഈ ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ അത് ഇൻറ്റുവിന് തുല്യമാണ് അല്ലേ? 6 + 1 എത്ര? 7. അപ്പോൾ സിംഗിൾ നമ്പർ ആയി കഴിഞ്ഞാൽ പിന്നെ ഈ ബ്രാക്കറ്റ് വരെ ഇൻറ്റു ഇട്ടാൽ മതി. പിന്നെ ബ്രാക്കറ്റ് വേണ്ട. 2 നമ്പറൊക്കെ ഉള്ളപ്പം ബ്രാക്കറ്റ് ഇട്ടാൽ മതി, അല്ലാത്തപ്പോൾ ബ്രാക്കറ്റ് വേണ്ട. അപ്പോൾ 2 × 7 കിട്ടി. 2 × 7 എത്ര? 14. ഇയാൾ ഈ ചെയ്ത അതേ സാധനം തന്നെ ഇവിടെ കിട്ടിയോ? ഇക്വേഷൻ വളരെ സിമ്പിളായോ? അപ്പോൾ ഇതുപോലെ സിമ്പിളാക്കി നമുക്ക് എന്ത് ചെയ്യണം? ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്താൽ കുറേ കൂടെ സിമ്പിളാവും. അപ്പോൾ പെരിമീറ്റർ കണ്ടുപിടിക്കുന്ന രീതി എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഏരിയ കണ്ടുപിടിക്കണ്ടേ? അതെങ്ങനെ ഏരിയ കണ്ടുപിടിക്കുന്നത്? ഏരിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ഏരിയ എന്ന് പറയുന്നത്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ ഇവിടെ ലെങ്ത് എത്രയാ? 6 ആണ്. അപ്പോൾ 6 എടുത്തിട്ട് അങ്ങോട്ട് എഴുതുക. ഇൻറ്റു ബ്രെഡ്ത്ത് എത്രയാ? ഒന്ന് എഴുതാവോ? ഇങ്ങനെ നടക്കാൻ വയ്യ. അപ്പോൾ 6 × 1 എത്ര? 6. അപ്പോൾ 6 സെന്റിമീറ്റർ ഈക്വൽ ടു 6 സെന്റിമീറ്റർ എന്ന് എഴുതിക്കോ. അപ്പോൾ 6 സെന്റിമീറ്റർ ഏരിയയും കിട്ടി. ഓക്കെ. അപ്പോൾ നമ്മൾ ഇനി നേരത്തെ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് എക്സസൈസുകൾ പറയാം. ഓക്കെ. ആദ്യം നോക്ക്, ഇവിടെ റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്. റെക്റ്റാങ്കിൾ എന്ന് എഴുതിയേക്കാം. റെക്റ്റാങ്കിൾ, ഇതെല്ലാം റെക്റ്റാങ്കിൾസ് ആണ്. അപ്പോൾ ഒരു റെക്റ്റാങ്കിളിൻ്റെ വിഡ്ത്തും ഹൈറ്റും പെരിമീറ്ററും ഏരിയയും തന്നിട്ടുണ്ട്. ഓക്കെ. ഈ വിഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? ഈ കാണുന്നതാണ് ഇവിടുത്തെ വിഡ്ത്ത് 6 സെന്റിമീറ്റർ. ഹൈറ്റ് എന്താണ്? ഇവിടെ കാണുന്നതാണ് ഹൈറ്റ് 1 സെന്റിമീറ്റർ. പെരിമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 2 × L + B. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലേ? 2 × L + B. അപ്പോൾ 2 ഓൾറെഡി ഇവിടെ എല്ലും എന്താണ്? ലെങ്തിന് പകരം വിഡ്ത്ത് എന്ന് എടുക്കാം. ബ്രെഡ്ത്തിന് പകരം ഹൈറ്റ് എന്ന് എടുക്കാം. അപ്പം 2 × 6 + 1. 2 × 6 + 1. അപ്പോൾ എത്ര കിട്ടും? 2 × 6 + 1 എത്ര? 7 ആണ്. 2 × 7 എത്ര? 14. അപ്പോൾ ഒന്നാമത്തതിൻ്റെ ആൻസർ ഇങ്ങനെയാണ് 14 കിട്ടുന്നത്. ഇതുപോലെ നമുക്ക് മറ്റ് പെരിമീറ്ററുകൾ കണ്ടുപിടിക്കാം. ഒന്ന് പറഞ്ഞേ. 2 × പറഞ്ഞു. 2 × 3 + 2. 2 × 3 + 2 എന്ന് പറഞ്ഞാൽ എന്താണ് കിട്ടുക? 2 ബ്രാക്കറ്റ് കിടക്കുന്ന ആദ്യം ചെയ്യണം. 3 + 2 എത്ര? 5. അപ്പോൾ 2 × 5 എത്ര? 10 ആണ്. കറക്റ്റ് അല്ലേ? അടുത്ത നമ്മൾ നോക്കാം. 2 × 4 + 3. 2 × width + height. 4 + 3. 2 × 4 + 3 എന്ന് പറഞ്ഞാൽ 2 × എത്രയാണ്? 4 + 3 7 ആണ്. അപ്പോൾ എത്ര കിട്ടും? 14 കിട്ടും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ഏരിയ എങ്ങനെയായിരുന്നു നമ്മൾ ചെയ്യുന്നത്? ഏരിയയുടെ ഇക്വേഷൻ എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ ലെങ്ത് എന്താണ് ഇവിടെ? ഇപ്പോൾ ഇത് ഏരിയ ഓൾറെഡി നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം. ഓരോന്നോരോന്ന് നോക്കാം. തന്നിട്ടില്ല, ഇതൊന്നും നമ്മുടെ ബുക്കിനകത്ത് തന്നിട്ടില്ല ആൻസേഴ്സ്. നമുക്ക് നോക്കാം. അപ്പോൾ പിന്നെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അതായത് 6 × 1 എന്താണ്? 6 ആണ്. അതുപോലെ തന്നെ വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് 6 × 1 6. ഇനി ഇവിടുത്തെ വിഡ്ത്ത് എന്താ? 3 × 2 എത്രയായിരിക്കും? അപ്പം 3 × 2 6 ആയിരിക്കും. എന്താണ്? സ്ക്വയർ സെന്റിമീറ്റർ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, സെന്റിമീറ്റർ ഇൻറ്റു സെന്റിമീറ്റർ എന്താണ്? സെന്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ സ്ക്വയർ സെന്റിമീറ്റർ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ സെന്റിമീറ്റർ തന്നതുകൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടിയത്? ഏരിയ. നമുക്കിപ്പോൾ ഒരു സെന്റിമീറ്ററിലാണ് തരുന്നതെങ്കിൽ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ എന്താവും? സെന്റിമീറ്റർ സ്ക്വയർ ആവും. അങ്ങനെയാണെങ്കിൽ മീറ്റർ തന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഏരിയ? മീറ്റർ സ്ക്വയറിലായിരിക്കും നമ്മൾ എഴുതേണ്ടത്. മീറ്റർ സ്ക്വയർ. ക്ലിയർ ആണല്ലോ? ഇത് മറന്നു പോകരുത്. അങ്ങനെയാണെങ്കിൽ ഏരിയ നോക്ക്. 3 × 2 എന്താണ്? 6 സെന്റിമീറ്റർ സ്ക്വയർ. ഇവിടെ എന്താണ്? ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എത്രയാണ്? അല്ലെങ്കിൽ വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. 4 × 3 12 എന്ന് പറഞ്ഞ് കിട്ടും. 12 സ്ക്വയർ സെന്റിമീറ്റർ. മനസ്സിലായല്ലോ? ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്തൊരു ക്വസ്റ്റ്യൻ താഴോട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ? യൂസിങ് ദിസ് കാൽക്കുലേറ്റ് ദ പെരിമീറ്റർ ഓഫ് റെക്ടാങ്കിൾ വിത്ത് ലെങ്ത് ഓഫ് സൈഡ്സ് ആസ് ബിലോ. സൈഡുകളുടെ ലെങ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്? പെരിമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യാൻ അല്ലേ? നമ്മൾ സാധാരണ നേരത്തെ ചെയ്ത പോലെ 6 സെന്റിമീറ്ററും 3 സെന്റിമീറ്റർ. അപ്പോൾ 6 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഉറപ്പായിട്ടും ലെങ്ത് സൈഡ് ആയിരിക്കും 6 സെന്റിമീറ്റർ അല്ലേ? അപ്പോൾ 3 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ആ ചെറിയ സൈഡ് ആയിരിക്കും. അപ്പോൾ 6 ഇത് 3 സെന്റിമീറ്റർ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെരിമീറ്റർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഈസിയാണ്. 2 × L + B, അതായത് 2 × 6 ലെങ്ത് ഇതാണ്, ബ്രെഡ്ത്ത് ഇതാണ്. 6 + 3, അതായത് 2 × 6 + 3 എത്ര? 9 അല്ലേ? 18.
18 എന്ന ആൻസർ കിട്ടും. ഇതുപോലെ 1-2 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ചെയ്യാം. ഇനി മീറ്ററിൽ ഇത് സെന്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെരിമീറ്റർ തന്നിരിക്കുന്നത് സെന്റിമീറ്ററിൽ തന്നെ നമ്മൾ യൂണിറ്റ് എഴുതുമ്പോൾ എന്താണ് 18 സെന്റിമീറ്റർ എന്ന് തന്നെ നമ്മൾ അതിൻ്റെ യൂണിറ്റ് എഴുതണം. ഓക്കെ, ഇനി അതുപോലെ തന്നെ 25 മീറ്ററും 15 മീറ്ററും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അടുത്തൊരു റെക്ടാങ്കിൾ 25 മീറ്ററും 15 മീറ്ററും, 25 ഇവിടെ 15 ഇവിടെ അല്ലേ, ലെങ്ത് വിഡ്ത്ത്. അപ്പോൾ എന്ത് കിട്ടും? 2 × L + B. എത്ര കിട്ടും മെഹറിനെ നമുക്ക്? 2 × ലെങ്ത് എത്ര ഇവിടെ 25 പ്ലസ് ബ്രെഡ്ത്ത് എത്രയാ? 50 പ്ലസ് 15 ആണ്. അതായത് 2 × 25 + 15 എത്ര? പെട്ടെന്ന് പറ. മൈൻഡ് മാത്സ് ഒക്കെ അറിയണം. 25 + 15 എന്ന് പറഞ്ഞാൽ 40. 40 എന്ന് പറയുമ്പോൾ 40യുടെ ഇരട്ടി എത്ര? 4 × 2 ചെയ്യുക. 4 × 2 ചെയ്യുക 8. എന്നിട്ട് ഈ 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ 80 മീറ്ററിലാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് മീറ്റർ എന്ന് എഴുതാൻ മറന്നു പോകരുത് കേട്ടോ. സെന്റിമീറ്റർ എന്ന് എഴുതരുത്, മീറ്റർ എന്ന് എഴുതുക. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് മെഹറിന്? ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഒരു റെക്ടാങ്കിൾ തന്നിട്ടുണ്ട്. അതിന്റെ വിഡ്ത്ത് 5 സെന്റിമീറ്ററും ഹൈറ്റ് 3 സെന്റിമീറ്ററാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ 3 റോസിൽ 5 സ്ക്വയർ വെച്ച് എത്ര സ്ക്വയേഴ്സ് കയറും? ഓക്കെ, അതായത് ഇവിടെ കണ്ടോ, ഇവിടെ 5 സെന്റിമീറ്റർ കൊടുത്തേക്കുന്നു, ഇവിടെ 3 സെന്റിമീറ്റർ കൊടുത്തേക്കുന്നു. എന്നിട്ട് ഇവിടെ 1 സെന്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ ഇവിടെ എടുത്ത് വെച്ചാൽ, ഇവിടെ ഇങ്ങനെ എടുത്ത് വെച്ചാൽ ഇതേപോലുള്ള എത്ര എണ്ണം ഇങ്ങോട്ട് വെക്കണം, എത്ര എണ്ണം ഇങ്ങോട്ട് വെക്കണം, എത്ര എണ്ണം ഇങ്ങോട്ട് വെക്കണം അല്ലേ? ഇതല്ലേ ഉദ്ദേശിച്ചേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് ഇതാ ഇങ്ങനെ കിട്ടി. ഇതിപ്പം ബോർഡിൽ വരച്ചത് കൊണ്ട് കറക്റ്റ് കിട്ടണമെന്നില്ല, നിങ്ങൾ സ്കെയിലൊക്കെ എടുത്ത് വെച്ച് വരച്ചാൽ കറക്റ്റ് കിട്ടും. ഇവിടെ നോക്കിയാൽ ഈ ഒരു ബോക്സ് എടുത്തുകൊണ്ട് 1 സെന്റിമീറ്റർ ബോക്സ് എടുത്ത് വെച്ചപ്പോൾ 1 2 3 4 5 കിട്ടുന്നേ അല്ലേ? അപ്പോൾ 1 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ. ഇവിടെ നിന്ന് അങ്ങോട്ടോ 1 2 3 ബോക്സേ പറ്റും. അതുകൊണ്ടല്ല 3 സെന്റിമീറ്റർ 1 1 1 അങ്ങനെയുള്ള 3 സെന്റിമീറ്റർ. ഇനി എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ ഏരിയ ആണോ പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, അപ്പോൾ അങ്ങനെ ഏരിയ കണ്ടുപിടിക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ലെങ്ത് എത്ര? ഇവിടെ ലെങ്ത് 5 ആണ്. ഇൻറ്റു ബ്രെഡ്ത്ത് എത്രയാ? 3 ആണ്. അപ്പോൾ 5 × 3 15 എന്നായിരിക്കും. സെന്റിമീറ്റർ ആണ് തന്നിരിക്കുന്നതെങ്കിൽ സെന്റിമീറ്റർ ഇൻറ്റു സെന്റിമീറ്റർ സ്ക്വയർ സെന്റിമീറ്റർ എന്ന് വരും. ഇനി പെരിമീറ്റർ ആണെങ്കിൽ കണ്ടുപിടിക്കണമെങ്കിൽ ഇതെന്താണ്? ഏരിയ ആണ്. ഈ പെരിമീറ്റർ കണ്ടുപിടിക്കാനാണെങ്കിലോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതായത് എന്താണ്? 2 × L + B, അഥവാ 2 × ലെങ്ത് എത്ര? 5 പ്ലസ് ബ്രെഡ്ത്ത് എത്രയാ? 3. അപ്പോൾ 2 × ഒന്ന് നീങ്ങി നിന്ന് അവർക്ക് കാണാം. അപ്പോൾ 2 × 5 + 3 എത്ര? 8. അപ്പോൾ 16 എന്താണ്? സെന്റിമീറ്റർ ആണെങ്കിൽ സെന്റിമീറ്റർ തന്നെ എഴുതിയാൽ, സെന്റിമീറ്റർ സ്ക്വയർ അല്ല, ഏരിയ ആണ് സെന്റിമീറ്റർ സ്ക്വയർ. കണ്ടോ, നിങ്ങളുടെ പിള്ളേർക്ക് തെറ്റുന്നൊരു കാര്യമാണ്. അപ്പം ഇങ്ങനെയാണ് പിന്നെ പെരിമീറ്ററിന് സെന്റിമീറ്റർ ആണ്, ഏരിയ ആണെങ്കിൽ സ്ക്വയർ സെന്റിമീറ്റർ ആണ്. മനസ്സിലായല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ഇവിടെ. കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് റെക്ടാങ്കിൾ വിത്ത് ലെങ്ത് ഓഫ് സൈഡ്സ് ആസ് ബിലോ. അപ്പോൾ ഒരു റെക്ടാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ റെക്ടാങ്കിൾ ഇവിടെ തന്നിട്ടില്ല, വരയ്ക്കണം. അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്? 6 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ. ഇവിടെ റഫായിട്ടൊന്ന് വരച്ച് 6 സെന്റിമീറ്റർ × 3 സെന്റിമീറ്ററിൻ്റെ ഒരു റെക്ടാങ്കിൾ. ഓക്കെ, ഇതെന്താ ഇത്? പെട്ടിവണ്ടി പോലും ഉണ്ടല്ലോ. ഇങ്ങനെയാണോ റെക്ടാങ്കിൾ വരയ്ക്കുന്നത്? ഓക്കെ, റെക്ടാങ്കിളിൻ്റെ ലെങ്ത് എത്ര പറഞ്ഞേക്കുന്നത്? 6 സെന്റിമീറ്റർ. അപ്പോൾ എവിടെ എഴുതുന്നത്? 6. അപ്പോൾ 6 സെന്റിമീറ്റർ ഇത് 3. ഓക്കെ, നമുക്ക് എന്താ ഇവിടെ പറഞ്ഞേക്കുന്നത്? റെക്ടാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ. ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ. 6 × 3 18. അപ്പോൾ ഇവിടെ എന്താ? സെന്റിമീറ്റർ ആണെന്ന് വിചാരിച്ചോ. ഇവിടെ സെന്റിമീറ്റർ ആണെങ്കിൽ ഇതെന്തായിരിക്കും? 18 സ്ക്വയർ സെന്റിമീറ്റർ അല്ലെങ്കിൽ സെന്റിമീറ്റർ സ്ക്വയർ. സെന്റിമീറ്ററിന്റെ സ്ക്വയർ വരും. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് ഒരുപാട് എക്സസൈസുകളുണ്ട്. നമ്മൾ ചെയ്ത സമയം കളയണോ? അവരങ്ങ് ചെയ്തോളും. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി അത് അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് നിങ്ങളെ ഇച്ചിരി ഒന്ന് കുഴപ്പിക്കും, കുഞ്ഞുങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഡ്രോ റെക്ടാങ്കിൾ അല്ലേ, റെക്ടാങ്കിൾ ഓഫ് ഏരിയ ആൻഡ് പെരിമീറ്റർ. നിങ്ങൾ റെക്ടാങ്കിൾ വരയ്ക്കണം. ഓക്കെ, ആദ്യം നമുക്ക് റെക്ടാങ്കിൾ അങ്ങ് വരയ്ക്കാം. മെഹറിന് ഇതെന്താണെന്നെല്ലാം അറിയാവോ? അത് ചുമ്മാ നിൽക്കുവാന്ന് അറിയാവോ? അത് ചെറുതായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട് ഇതല്ലേ. അതായത് റെക്ടാങ്കിൾ വരയ്ക്കുക, ഇതിൻ്റെ ഏരിയയും കണ്ടുപിടിക്കണം, പെരിമീറ്ററും കണ്ടുപിടിക്കണം. സത്യത്തിൽ ഏരിയ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്, കണ്ടുപിടിക്കേണ്ട. ഏരിയ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ സ്ക്വയർ സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ അത് ഏതിനെയായിരിക്കും പറയുന്നത്? ഏരിയ ആണ് പറയുന്നത്. അപ്പോൾ ഏരിയ നമുക്ക് മനസ്സിലായി എന്താണ്? 12 സ്ക്വയർ സെന്റിമീറ്റർ. സ്ക്വയർ സെന്റിമീറ്റർ തന്നതുകൊണ്ട് നമുക്ക് അത് ഏരിയ എന്ന് മനസ്സിലായി. പെരിമീറ്റർ ആണ് ഇതെന്ത്? 14 സെന്റിമീറ്റേഴ്സ് എന്ന് നമുക്ക് പെരിമീറ്ററും തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചെയ്യേണ്ട എന്താണെന്നറിയോ? ഈ റെക്റ്റാങ്കിളിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും എത്ര ആണെന്ന് ഇത് വെച്ച് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് എളുപ്പം പറ്റുമായിരുന്നു, ഏരിയ മാത്രമായിരുന്നെങ്കിൽ 6 × 2 12 ഈസി. പക്ഷേ ആ 6 × 2 ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ 6ഉം 2ഉം കൊടുക്കുമ്പോൾ പെരിമീറ്റർ 14 കിട്ടണം. ഇച്ചിരി തലവേദന പിടിച്ച പണിയാണ്. അതുകൊണ്ട് ഞാനൊരു ഐഡിയ കണ്ടുവച്ചിട്ടുണ്ട്. ഏരിയ 12 സ്ക്വയർ സെന്റിമീറ്റർ കിട്ടണമെങ്കിൽ ഏരിയ എന്ന് പറഞ്ഞാൽ എന്തുവാ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ? ഇതല്ലേ ലെങ്ത്, ഇതല്ലേ ബ്രെഡ്ത്ത്. അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്താൽ നമുക്ക് ഏരിയ കിട്ടും.
പക്ഷെ ആ കിട്ടുന്ന ഏരിയയുടെ അതേ അളവ് വെച്ച് പെരിമീറ്ററും കിട്ടുമെന്നും കൂടെ നോക്കണം. മനസ്സിലായോ? അതാണ് ഇവിടുത്തെ റിസ്ക്. അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഏരിയ കിട്ടണമെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ ഈ 12 കിട്ടിയത് ഏതോ രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ലേ? ഇയാൾക്കറിയാവോ ഏതെങ്കിലും രണ്ട് നമ്പർ? 6 ഇൻറ്റു 2. 6ഉം 2 കൂടെ നമുക്ക് നോക്കാം. ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ് ഞങ്ങൾ നോക്കുന്നത്. ഇവിടെ ലെങ്ത് 6 കൊടുക്കുന്നു അല്ലേ, ഇവിടെ ബ്രെഡ്ത്ത് 2 കൊടുക്കുന്നു. മെഹ്റൻ പറഞ്ഞ് ശരിയാണോ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ലെങ്ത് 6ഉം ബ്രെഡ്ത്ത് 2. അപ്പോൾ 6 × 2 എത്ര കിട്ടും? 12 സ്ക്വയർ സെന്റിമീറ്റർ. കറക്റ്റ്, ഓക്കെ, സമ്മതിച്ചു. പക്ഷേ ഇവിടെ ഇത് ഇനി നമ്മൾ പെരിമീറ്റർ കണ്ടുപിടിക്കുമ്പോൾ ഇതേ വാല്യൂ വെച്ച് പെരിമീറ്റർ ചെയ്യുമ്പോൾ നമുക്ക് 14 സെന്റിമീറ്ററും കൂടെ കിട്ടണം. എന്നാലേ ഇദ്ദേഹം പറഞ്ഞത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂ. നമുക്കൊന്ന് നോക്കാം. ലെങ്ത് 6 അല്ലേ, അപ്പോൾ ഈ 6 പ്ലസ് ഇവിടെ 2 പ്ലസ് ഇവിടെ 6 പ്ലസ് ഇവിടുത്തെ 2 എല്ലാം കൂടെ നോക്ക്. 6 + 6 12 + 2 14 14 + 2 16 ആണ്. 16 സെന്റിമീറ്റർ ആണോ ഇത്? ആണോ? അപ്പോൾ അത് തെറ്റല്ലേ? അത് തെറ്റാണ്. അപ്പോൾ നമുക്ക് ഇതിന് പകരം 12 കിട്ടുന്നതിന് വേറെ ഏതൊക്കെ നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ 12 കിട്ടുമെന്ന് കൂടെ നോക്കാം. എന്നിട്ട് അത് മാറ്റിയൊന്ന് എഴുതാം. ഓക്കെ, പറയാമോ? 12 കിട്ടണമെന്നുണ്ടെങ്കിൽ വേറെ ഏതൊക്കെ രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ 12 കിട്ടും? 4ഉം 3ഉം. 4 × 3 എന്തുവാ? 12. 4 × 3 12 ആണ്. അപ്പോൾ 4 × 3 എന്ന് പറയുന്ന നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4ഉം 3ഉം കൂടെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 12 കിട്ടും. ഓക്കെ, ഇനി ആ നമ്പർ കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. ശരി, ലെങ്ത് ഞാൻ തന്നെ മെഹറൻ പറഞ്ഞ നമ്പർ മാറ്റി 4 ആക്കി, ബ്രെഡ്ത്ത് നമുക്ക് 3 ആക്കാം. ഓക്കെ, അപ്പോൾ 4 × 3 എത്ര കിട്ടി? 12 സ്ക്വയർ സെന്റിമീറ്റർ. ഓക്കെ, ഏരിയ പെർഫെക്റ്റ്. ഇനി ഇതേ നമ്പർ വെച്ചിട്ട് പെരിമീറ്റർ കിട്ടുന്നോ എന്ന് കൂടെ നോക്കണം. പെരിമീറ്ററിന്റെ ഇക്വേഷൻ എന്തുവാണ്? 2 × L + B, അഥവാ 2 × ലെങ്ത് എന്താ ഇവിടെ? 4 പ്ലസ് ബ്രെഡ്ത്ത് എന്താണ് ഇവിടെ? 3. അപ്പോൾ 2 × 4 + 3 എത്ര? 7, അഥവാ 14 സെന്റിമീറ്റർ. പെരിമീറ്റർ നമുക്ക് 14ഉം കിട്ടി, ഏരിയ കറക്റ്റ് 12ഉം കിട്ടി. ഏത് നമ്പർ കൊടുത്തപ്പോൾ? ഇവിടെ 4ഉം ഇവിടെ 3യും കൊടുത്തപ്പോൾ. ഇപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെ നമ്പർ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക ആദ്യമേ. എന്നിട്ട് ആദ്യം ഒരു റെക്റ്റാങ്കിൾ വരച്ചിട്ട് ഏരിയയുടെ വാല്യൂ എന്താണോ ആ വാല്യൂ ഏതൊക്കെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുമെന്ന് നോക്കുക. ചിലപ്പോൾ അത് വെച്ചിട്ട് പെരിമീറ്റർ കിട്ടണമെന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഏരിയയുടെ വാല്യൂസ് പിന്നെയും മാറ്റി കൊടുത്ത് നോക്കുക. അങ്ങനെ ആ നമ്പർ തന്നെ കൊടുക്കുമ്പോൾ പെരിമീറ്ററും കിട്ടുമെങ്കിൽ അതായിരിക്കും നമ്മളുടെ വാല്യൂ. അപ്പോൾ ഇവിടുത്തെ വാല്യൂ എന്തുവാ? 4ഉം 3ഉം ആണ് ലെങ്തും ബ്രെഡ്ത്തും. ഇതുപോലെ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ കൂടെ കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് കഷ്ടപ്പാടാണ്, എന്നാലും നോക്കാം. പിന്നെ എന്താണ്? ഏരിയ 9 സ്ക്വയർ സെന്റിമീറ്റേഴ്സ് കിട്ടണം. 9 സ്ക്വയർ സെന്റിമീറ്റേഴ്സ് കിട്ടണം. പെരിമീറ്റർ 12 സെന്റിമീറ്റർ കിട്ടണം. നമുക്കൊന്ന് ട്രൈ ചെയ്താലോ? ഒന്ന് നോക്കാം എങ്ങനെ കിട്ടുമോ നോക്കാം. ഓക്കെ, ശരി. ഇവിടെ നോക്ക്, ഏരിയ 9 സ്ക്വയർ സെന്റിമീറ്റർ. 9 കിട്ടണമെങ്കിൽ ഏത് രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താലാണ് 9 കിട്ടുന്നത്? 1 × 9ഉം പറ്റും, പിന്നെ 3 × 3യും പറ്റത്തില്ലേ? ഓക്കെ, അപ്പോൾ 3 × 3 നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. അപ്പോൾ ലെങ്ത് ഇവിടെ 3, ബ്രെഡ്ത്ത് ഇവിടെ 3. ഓക്കെ, അപ്പോൾ 3 × 3 എത്ര? 9 സ്ക്വയർ സെന്റിമീറ്റർ കിട്ടി. ഇനിയാണ് ഇവിടുത്തെ തമാശ. ഇതിനകത്ത് എന്തെങ്കിലും പറ്റിപ്പോയാൽ പിന്നെ നമ്മൾ ഇനി മാറ്റേണ്ടി വരും. അപ്പോൾ പെരിമീറ്റർ എന്താ? 12 സെന്റിമീറ്റേഴ്സ് ആണ്. അപ്പോൾ 2 × L + B, അപ്പോൾ 2 × 3 + 3 അല്ലേ? അപ്പോൾ 2 × 3 + 3 എത്ര? 6. 2 × 6 എന്താ? 12 സെന്റിമീറ്റേഴ്സ് കിട്ടി. അപ്പോൾ ഓക്കെയാണ്. അപ്പം മനസ്സിലായല്ലോ എങ്ങനെയാണ് നമുക്ക് ചിലപ്പോൾ ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ ആദ്യം ഒന്ന് ട്രൈ ചെയ്യുക, പിന്നെ എറർ സംഭവിക്കും, തെറ്റ് സംഭവിക്കും, വീണ്ടും അത് മാറ്റി വേറൊരു നമ്പറിലൂടെ ഇട്ടൊക്കെ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്താണോ കിട്ടുന്നത് അതായിരിക്കും ലെങ്തും ബ്രെഡ്ത്തും ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? മനസ്സിലായോ? ഓക്കെ, ഇനി നമ്മൾ അടുത്ത സം അതർ ഷേപ്സ് ആണ് പറയുന്നത് അല്ലേ? ഡിഫറെന്റ് ഷേപ്പ്. ഓക്കെ, ഇവിടെ ഒരു ഈർക്കിലെടുത്തിട്ട് ഒരു 18 സെന്റിമീറ്ററിന്റെ ഈർക്കിലെടുത്തിട്ട് അത് 5 അത് പക്ഷേ ഇത് 18 സെന്റിമീറ്ററിന്റെ ഈർക്കിലെടുക്കുന്ന അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കണം, അവർക്ക് മനസ്സിലാവത്തില്ല. അതായത് ഇവിടെ എല്ലാം ആഡ് ചെയ്യും. ഞാനൊന്ന് ആഡ് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ 4 സെന്റിമീറ്റർ അല്ലേ? 4 പ്ലസ് പറഞ്ഞു 5 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 2 പ്ലസ് 2 ഇത്രയല്ലേ ഉള്ളൂ. ഓക്കെ, ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പം 18 കിട്ടും. മൊത്തം 18 സെന്റിമീറ്റർ കിട്ടും. അപ്പം എന്താ ചെയ്യാൻ പോകുന്നത്? ഈർക്കിലെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മെഷർമെന്റ്സ് എടുക്കുന്ന രീതിയാണ് പറയുന്നത്. ഓരോന്ന് ഒടിച്ചൊടിച്ചെടുക്കുന്നതിനേക്കാൾ നല്ലത് മൊത്തം കൂടെ എത്ര സെന്റിമീറ്റർ കിട്ടി? 18 സെന്റിമീറ്റർ. ഇനി എന്താ ചെയ്യേണ്ടേ? ഇതിനെ ഒടിച്ചിട്ട് അല്ല 18 സെന്റിമീറ്ററിന് ഒരു ഈർക്കിലെടുക്കണം അല്ലേ? ഓക്കെ, എടുത്തിട്ട് അതിനെ ഒടിച്ച് 5 സെന്റിമീറ്ററിലാക്കി, പിന്നെ 2 സെന്റിമീറ്ററിലാക്കി, പിന്നെ 3 സെന്റിമീറ്ററിലാക്കി, പിന്നെ 2 സെന്റിമീറ്ററിലാക്കി, പിന്നെ 2 സെന്റിമീറ്ററിലാക്കി, പിന്നെ അവസാനം 4 സെന്റിമീറ്റർ. അപ്പം ഈ ഓരോ സെന്റിമീറ്ററിന്റെയും അളവ് അനുസരിച്ച് ആദ്യം ഒരു 18 സെന്റിമീറ്ററിന്റെ ഈർക്കിലെടുക്കുന്നു. എന്നിട്ട് ഈ കൊടുത്തിരിക്കുന്ന ഓരോ അളവിനനുസരിച്ച് എന്ത് ചെയ്യുക? ആ ഈർക്കിലിനെ ഒടിച്ചൊടിച്ച് അത് കട്ട് ചെയ്ത് എടുക്കുക. ഇതാണ് മെഹറൻ പറഞ്ഞ ഒരു മെത്തേഡ്.
മെത്തേഡ്. ഇനി എനിക്ക് വേറൊരു മെത്തേഡും കൂടെ തോന്നുന്നുണ്ട്. നമുക്ക് അതായത് ഇപ്പോൾ ഇവിടെ ഈ ഒരു സംഭവത്തിന് ഞാൻ ഇങ്ങനെ ഒരു ബോക്സ് ആക്കി വരയ്ക്കുന്നു. ബോക്സ് ആക്കി വരച്ചിട്ട് ഇവിടെ ടോട്ടൽ മൊത്തം ഏറ്റവും വലുത് ഏതാ? 4 അല്ലേ? 4 സെന്റിമീറ്റർ ഇവിടെ കൊടുക്കുന്നു. ഇത് 5 സെന്റിമീറ്ററിൽ ഏറ്റവും വലുത്, അപ്പോൾ അവിടെ 5 സെന്റിമീറ്ററും കൊടുക്കുന്നു. ഓക്കെ, ഇപ്പം ഇങ്ങനെ ഒരു ബോക്സ് വരച്ചിട്ട് നമുക്ക് ചെയ്താൽ എന്താ? അതായത് ഈ ഒരു ബോക്സ് വരയ്ക്കുമ്പോൾ അതാ നോക്കിക്കേ, ഇവിടെ നോക്ക്, ഇവിടെ 5 സെന്റിമീറ്റർ അല്ലേ? അത് അവിടെ കറക്റ്റ് ആണ്. ഇവിടെ 4 സെന്റിമീറ്റർ അല്ലേ? അതും കറക്റ്റ് ആണ്. ഇപ്പോൾ ഒരു ഡൗട്ട് ഉണ്ട് അല്ലേ? ഇപ്പം ഇവിടെ 2 സെന്റിമീറ്റർ അല്ലേ? ഞാൻ എന്താ ഇവിടുന്ന് 2 സെന്റിമീറ്ററിന്റെ ഒരു ലൈൻ ഇവിടെ ഇട്ടേക്കുക. ഇപ്പൊ 2 സെന്റിമീറ്റർ ഇവിടെ കിട്ടി. പിന്നെ ഇവിടുന്ന് 3 സെന്റിമീറ്റർ അല്ലേ? ആ സാധനത്തിന് ഞാൻ ഇച്ചിരി ഈ ഒരു ഈർക്കിലിനെ ഞാൻ ഇങ്ങോട്ട് നീക്കി വെച്ച് ചെയ്യാൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഈ ഈർക്കിലിനെ ഞാൻ എന്താ ഇവിടുന്ന് ഇങ്ങോട്ട് നീക്കുമ്പോൾ ഇവിടുന്ന് അങ്ങ് പോയി ഇത് ഇവിടെ വന്നു. അപ്പൊ അതാ ഇത് കറക്റ്റ് ഇവിടെ വരെ കിട്ടിയില്ലേ? 3. മനസ്സിലായോ? ഇനി വേറൊരു സംഭവം ഉണ്ട്. 2 സെന്റിമീറ്റർ എന്ന് പറയുന്ന ഈ ഒരു ലൈൻ ഇല്ലേ? ഈ ലൈനെ ഞാൻ ഇവിടുന്ന് പൊക്കിയെടുത്ത് ഇച്ചിരി ഇവിടുന്ന് അങ്ങ് മാറ്റിയിട്ട് ഇവിടുന്ന് പൊക്കി ഇവിടെ കൊണ്ടുവന്ന് ഞാൻ ഇവിടെ വെച്ചാൽ എൻ്റെ ബോക്സ് കിട്ടിയത് കണ്ടോ? അത് ഞാൻ നേരത്തെ പറയാതിരുന്നതാ. അപ്പോൾ ഇത് 2 സെന്റിമീറ്റർ, ഇവിടെ 3 സെന്റിമീറ്റർ അല്ലേ? അപ്പോൾ ഇവിടെ 3 സെന്റിമീറ്റർ കിട്ടും. അപ്പോൾ ഇവിടെ 2 കട്ട് ചെയ്തു, ഇവിടെ 3 സെന്റിമീറ്റർ. അപ്പോൾ ഇവിടെ 5 കിട്ടിയില്ലേ? സോറി, 2 സെന്റിമീറ്റർ, ഇവിടെ 2 സെന്റിമീറ്റർ അല്ലേ? ഈ 2 സെന്റിമീറ്റർ ആണ് ഇവിടുന്ന് പൊക്കി കൊണ്ടുവച്ചത്. അപ്പോൾ ഇവിടെ 2 ആണേ, സോറി. അപ്പോൾ ഇവിടെ 2, ഇവിടെയും 2. ഈ 2 അല്ലേ മേലോട്ട് കൊണ്ടുവച്ചത്. അപ്പോൾ ഇവിടെ 2, ഇവിടെ 2. അപ്പോൾ ഇവിടെ 4 ആയപ്പോൾ ഇവിടെയും 4, ഇവിടെ 5 ആയപ്പോൾ ഇവിടെയും 5. പക്ഷെ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകത്തില്ല. ഇപ്പോൾ അത് ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ഞാൻ എന്ത് ചെയ്യാണ്? ഇങ്ങനെ എടുത്തതിന് ശേഷം ഈ പറഞ്ഞതുപോലെ 4 സെന്റിമീറ്ററിന്റെ ഒരു കട്ട് പീസ്, 5 സെന്റിമീറ്ററിന്റെ വേറൊരു കട്ട് പീസ്, പിന്നെ ഒരു 2, പിന്നെ 2, പിന്നെ 3, പിന്നെ 2. ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇനി നമുക്ക് ഇതിനകത്ത് വേറൊരു പരിപാടിയുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്നുണ്ടോ? ഒരു ഷീറ്റ് ഓഫ് പേപ്പർ എടുത്തിട്ട് കട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞിരുന്ന ആ ഫിഗർ ഇല്ലേ? എങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്? ഇങ്ങനെ അല്ലായിരുന്നു ഒരു ഫിഗർ പറഞ്ഞിരുന്നേ? 2 സെന്റിമീറ്റർ, 3 സെന്റിമീറ്റർ ഇതില്ലായിരുന്നു അല്ലേ? 2 സെന്റിമീറ്റർ ഇങ്ങനെയല്ലേ കൊടുത്തിരുന്നേ? നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷീറ്റ് ഓഫ് പേപ്പർ എടുക്കുക. ആ ഷീറ്റ് ഓഫ് പേപ്പർ എടുത്തിട്ട് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് പ്രകാരം ഇത്രയും ഇങ്ങനെ ഒരു ഷീറ്റ് പേപ്പർ ഇങ്ങനെ എടുത്ത് അങ്ങ് കട്ട് ചെയ്യുക. പറ്റുമല്ലോ? ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ. അപ്പോൾ എത്ര കിട്ടും? 4 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ, പിന്നെ ഇവിടെ 2 സെന്റിമീറ്റർ അല്ലേ? പിന്നെ ഈ 2 അങ്ങ് അറ്റം വരെ കിട്ടും അല്ലേ? 2 സെന്റിമീറ്റർ. പിന്നെന്താണ് ഇവിടെ എന്താ ഇതേ 2 തന്നെ ഇവിടെയും വരുന്നേ? 2 സെന്റിമീറ്റർ. അങ്ങനെ ഒരു പീസ് ഓഫ് പേപ്പർ കട്ട് ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ ഒരു റെക്റ്റാങ്കിളിന്റെ പീസ് ഓഫ് പേപ്പർ വേറെയും കട്ട് ചെയ്തൂടെ? അത് കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇച്ചിരി നീങ്ങുന്നവർ കാണട്ടെ. 5 സെന്റിമീറ്റർ, ഈ കാണുന്ന 5 സെന്റിമീറ്റർ കിട്ടും, ഈ കാണുന്ന 2 സെന്റിമീറ്റർ കിട്ടും. അപ്പൊ ഇങ്ങനെ ഒരു പീസും നമുക്ക് എടുത്തുകൂടെ? മനസ്സിലായോ? അപ്പൊ അങ്ങനെ എടുക്കുക. അങ്ങനെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇതിന്റെ ഒരു ഏരിയ കണ്ടുപിടിക്കുന്നത്. ഈ 2 റെക്റ്റാങ്കിൾ എടുത്തിട്ട് ഈ 2 റെക്റ്റാങ്കിൾ എടുക്കുക, എന്നിട്ട് അതിന്റെ ഏരിയ കണ്ടുപിടിക്കുക. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇത് എന്തൊക്കെയാ ഉള്ളത്? 4 × 2 അല്ലേ? ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പൊ എത്ര എഴുതാം? 4 × 2. അതൊരു ബ്രാക്കറ്റിൽ അങ്ങ് ഇടുക. മനസ്സിലായോ? പ്ലസ്. ഇനി ഇവിടെ എന്താ ഉള്ളത്? 2 × ഇവിടെ 3 ആയിരുന്നോ 5 ആയിരുന്നോ? 2 × ഇത് ടോട്ടൽ അല്ലേ? ഇത്രയല്ലേ ഉള്ളൂ. ഇത് 5 അല്ല 3 ആണ്. സോറി, 3 ആണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പീസിൽ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഓർക്കാതെ എഴുതിയതാണ്. ഈ 3 ആണ് കേട്ടോ, 3 ആണ്. അപ്പോൾ 3 × 2. അപ്പോൾ നമുക്കിവിടെ 4 × 2 പ്ലസ് 3 × 2 എന്ന് പറഞ്ഞ് നമുക്ക് എടുക്കുക ഏരിയ. അപ്പോൾ നമുക്ക് ഇതിനെ ആദ്യം ബ്രാക്കറ്റിൽ കിടക്കുന്നതിന് വേണം നമ്മൾ ആദ്യം ചെയ്യാൻ. നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഇത് എത്ര കിട്ടും? 4 × 2 8 കിട്ടും, പ്ലസ് 3 × 2 6 കിട്ടും. അപ്പോൾ 8 + 6 14. കറക്റ്റ് അല്ലേ? അതെ, 14 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് 14 സ്ക്വയർ സെന്റിമീറ്റർ. ഏരിയ ആണല്ലോ, അതുകൊണ്ട് സ്ക്വയർ സെന്റിമീറ്റർ എഴുതാൻ മറന്നു പോകരുത്. 14 സ്ക്വയർ സെന്റിമീറ്റേഴ്സ് എന്ന് ഇതിന്റെ ആൻസർ കിട്ടും. ക്ലിയർ ആണല്ലോ? എനിക്ക് ഒരു ഐഡിയ തോന്നുന്നു. എന്താ ഐഡിയ? ഒരു ബോക്സ് വരച്ചിട്ട് അതായത് ഇതിന് പകരമോ? ഓക്കെ, ഇതിന് പകരം ഒരു ബോക്സ് വരച്ചിട്ട് ഇത്രയും പോർഷൻ കട്ട് ചെയ്താൽ ഈ സെയിം വാല്യൂ കിട്ടുമോന്ന് ചോദിച്ചാൽ ഒന്ന് നോക്കട്ടെ. അതായത് ഇതിന് പകരം ഒരു ബോക്സ് വരയ്ക്കണം അല്ലേ? ശരി, നമുക്ക് അങ്ങനെയാണെങ്കിൽ അതേ അളവിലൊരു ബോക്സ് അങ്ങ് വരയ്ക്കാം. ഫുൾ അല്ലേ? ഫുള്ള് ഇതടക്കം, ഈ പോർഷൻ അടക്കം അല്ലേ? ഫുൾ ഒരു ബോക്സ് വരയ്ക്കുന്നു. ശരി, എന്നിട്ട് ഇയാൾ പറഞ്ഞെന്താണ്? നമ്മുടെ ചോക്ക് പോയി. ഈ ഒരു പോർഷൻ അങ്ങ് കട്ട് ചെയ്യണം അല്ലേ? ഈ ഒരു പോർഷൻ അങ്ങ് കട്ട് ചെയ്തിട്ട് ഇതേ ഷേപ്പിൽ കിട്ടത്തില്ലയോ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ 14 കിട്ടുമെന്നാണോ ചോദിക്കുന്നത്? ശരി, ഞാനൊന്ന് നോക്കട്ടെ. അതായത് ഈ 2 നമുക്ക് ഇവിടെ എഴുതാം, ഈ 3 ഇവിടെ എഴുതാം, ഈ 2 ഇവിടെ എഴുതാം. അപ്പോൾ 3 + 2 എത്ര? 5. ഇത് ടോട്ടൽ 5. ഓക്കെ, അപ്പം ഇവിടെ എന്തായിരുന്നു? ഇവിടെ 2 അല്ലേ? അപ്പോൾ ഇവിടെ ഉറപ്പായിട്ടും 2 അല്ലേ? ഈ 2ന്റെ പോർഷനാണിത്. അപ്പോൾ അവിടെ ഇതിപ്പോൾ ഇത്രയും പോർഷനാണ്. അപ്പോൾ ഇത് ഇത്രയും 2 ആണ്. ഇത് 2. ശരി, ഇനി എന്താണ് ബാക്കി? ഇവിടെ 5 ആയതുകൊണ്ട് ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ എത്ര വരും? 3 വരും. 3 × 2 കൂടെ ചേർന്നില്ലേ 5. ഈ ഇവിടെ 2 അല്ലേ? ഇവിടെ എത്ര ആയിരുന്നു ടോട്ടൽ? 4 അല്ലേ? 4 ആണെങ്കിൽ ഇവിടെ 2 വന്നാൽ ബാക്കി എത്ര ഇവിടെ വരും? 2 തന്നെ വരും. അപ്പോൾ ഇയാൾ പറഞ്ഞത് പ്രകാരം നമുക്ക് കട്ട് ചെയ്ത് മാറ്റേണ്ട പോർഷൻ 2
ഇൻറ്റു 3 ആണ് അല്ലേ. 2 × 3 എന്ന് പറയുന്ന പോർഷൻ ഞാൻ ഇവിടുന്ന് കട്ട് ചെയ്യാൻ പോവാണ്. എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് മാറ്റി വരയ്ക്കാം. 2 ഇത് 3. അപ്പം ഞാൻ ഇവിടുന്ന് മുറിച്ച് മാറ്റി അല്ലേ. ഇയാൾ പറഞ്ഞ പോലെ ഞാൻ ഇനി മുറിച്ച് മാറ്റി. അത് ശരിയാണ്, നല്ലൊരു ഐഡിയ ആണ്. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ മുറിച്ച് മാറ്റിയ ഭാഗം ഇതിൽ നിന്ന് മൈനസ് ചെയ്യണം. മനസ്സിലായോ? മൈനസ് ചെയ്യണം, എന്നാലേ ഇക്വേഷൻ മാറണം. ഓക്കെ, നമുക്ക് അന്നേരം ഒന്ന് നോക്കാം. ഈ ഒരു പോർഷനിൽ നിന്നും ഈ ഒരു പോർഷൻ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ ഈ ഒരു ഫുൾ പോർഷൻ എത്രയായിരുന്നു? അതായത് ഒന്നുകൂടെ പറഞ്ഞുതരാം, ഇതൊരു വലിയ കേക്കാണെന്ന് വിചാരിച്ചു. ഓക്കെ, ഇതൊരു വലിയ കേക്കാണ്. ഈ കേക്കിനകത്ത് നിന്നും ഇത്രയും പോർഷൻ ഞാൻ വേറൊരാൾക്ക് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ വലിയൊരു കേക്കിൽ നിന്നും ചെറിയൊരു കേക്ക് കുറയ്ക്കണ്ടേ, സബ്ട്രാക്ട് ചെയ്യണ്ടേ? അതാണ് ഇവിടുത്തെ ഐഡിയ. അത് മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇതൊരു വലിയ കേക്കായിരുന്നു. ആദ്യം എത്രയായിരുന്നു? ഇവിടെ വരെ ഉള്ളപ്പോൾ എത്രയായിരുന്നു? 4 × 5. അപ്പം നമുക്ക് ആദ്യം ബ്രാക്കറ്റിനകത്ത് 4 × 5 എന്ന് എടുത്തെഴുതാം. മൈനസ് ചെയ്യാം. മൈനസ് എന്താ മൈനസ് ചെയ്യേണ്ടത്? ഇവിടെ ഉണ്ടായിരുന്ന ഒരു പോർഷൻ അങ്ങ് മുറിച്ച് മാറ്റി. അപ്പോൾ എത്ര? 2 × 3. 2 × 3. മനസ്സിലായോ? എപ്പോഴും എഴുതി ശീലിക്കേണ്ടത് എക്സ് വാല്യൂ ആദ്യം എഴുതണം. ഇങ്ങോട്ടാണ് എക്സ്, ഇങ്ങോട്ടാണ് വൈ. അപ്പോൾ എപ്പോഴും ഇങ്ങോട്ടുള്ള വാല്യൂ ആദ്യം എഴുതണം. അപ്പോൾ ഇങ്ങോട്ട് എത്രയാണ് ഉള്ളത്? ഇവിടെ എപ്പോഴും ഉണ്ടോ 4 ആണ് ഇങ്ങോട്ട്, കണ്ടോ 5 ഇങ്ങോട്ട്. അപ്പോൾ 4 × 5 എന്ന് എഴുതേണ്ടത് കേട്ടോ. മൈനസ് മുറിച്ച് മാറ്റിയത് ഇത്രയും പോർഷൻ അല്ലേ? ഇത്രയും പോർഷൻ മുറിച്ച് മാറ്റി 2 × 3 ആണ്. ആ 2 × 3 പോർഷൻ മുറിച്ച് മാറ്റി. അപ്പോൾ അത് ഈ മുറിച്ച് മാറ്റിയ ഭാഗത്തിന് ഇതിൽ നിന്നും സബ്ട്രാക്ട് ചെയ്യണം, കുറയ്ക്കണം. ഇനി നോക്കി എങ്ങനെയാണെന്ന്. 4 × 5 എത്ര? 20 മൈനസ് 2 × 3 6. 20 - 6 14 സെൻറ്റിമീറ്റർ തന്നെ കിട്ടി. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഈ വാല്യൂ തന്നെ കിട്ടും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇവിടെ ഏത് ഷേപ്പ്? ഏത്? ടീയുടെ ഷേപ്പാണിത്. ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ മെഹറിന് ഇതിൻ്റെ എങ്ങനെയാണത്? ഓക്കെ, ഇവിടുന്ന് കട്ട് ചെയ്താൽ ഓക്കെ 2 റെക്റ്റാങ്കിൾ കിട്ടും. ഗുഡ് ഐഡിയ. അപ്പോൾ ഈ ഒരു റെക്റ്റാങ്കിളും കിട്ടും, ഈ ഒരു റെക്റ്റാങ്കിൾ സെപ്പറേറ്റ് കിട്ടും. അതായത് ഇവിടെ മുതൽ ഇവിടെ വരെ 1 സെൻറ്റിമീറ്റർ ആണെന്നും ഇവിടെ മുതൽ ഇവിടെ വരെ ടോട്ടൽ 5 സെൻറ്റിമീറ്റർ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഓക്കെ മെഹറിന് ഇച്ചിരി നീങ്ങി നിന്നു, ഞാനത് പറഞ്ഞോളാം. ഓക്കെ, കുഴപ്പമില്ല, ഞാൻ പറഞ്ഞോളാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു 1 സെൻറ്റിമീറ്റർ ആണ് കിട്ടിയേക്കുന്നത്. ഇവിടെ ടോട്ടൽ 5 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ 1 സെൻറ്റിമീറ്റർ ഒഴിവാക്കിയാൽ ബാക്കി എത്ര ആയിരിക്കും? ഇവിടെ 4 സെൻറ്റിമീറ്റർ കാണും അല്ലേ. അതായത് ഇത് മൊത്തം കൂടെ ഫുൾ ഹൈറ്റ് എന്താണ്? 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഫുൾ ഹൈറ്റ് 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ ബാക്കി എത്രയാണ് ഇവിടെ വരുന്നത്? 4 സെൻറ്റിമീറ്റർ. അപ്പോൾ 1 സെൻറ്റിമീറ്ററും 4 സെൻറ്റിമീറ്ററും ചേർന്നുകൊണ്ട് ഇവിടെ ഒരു റെക്റ്റാങ്കിളും കിട്ടി. ഇവിടെ ആണെങ്കിലോ 5 സെൻറ്റിമീറ്ററും 1 സെൻറ്റിമീറ്ററും ചേർന്ന് വേറൊരു റെക്റ്റാങ്കിളും കിട്ടി. അപ്പോൾ ഈ 2 റെക്റ്റാങ്കിളിനെ ഞാൻ മാറ്റി എഴുതാം. ഈ ഒരു റെക്റ്റാങ്കിൾ എത്ര കിട്ടും? 5 × 1. 5 × 1. അപ്പോൾ റെക്റ്റാങ്കിൾ 1 ഇതിനെ നമുക്ക് റെക്റ്റാങ്കിൾ 1 എന്ന്, ഇതിനെ റെക്റ്റാങ്കിൾ 2 എന്ന് എടുക്കാം. അപ്പോൾ ഈ റെക്റ്റാങ്കിൾ 1നെ 5 × 1 എന്ന് എടുക്കാം. അപ്പോൾ 5 × 1 എന്ന് പറഞ്ഞൊരു റെക്റ്റാങ്കിൾ കിട്ടി. എത്രയാണ് 5 × 1? 5 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഏരിയ അല്ലേ കണ്ടുപിടിക്കേണ്ടത്? ഓക്കെ, ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ 5 × 1. അപ്പോൾ ഈ ഒരു റെക്റ്റാങ്കിൾ നമുക്ക് കിട്ടി. ഇനി ഇവിടെ ഈ ഒരു റെക്റ്റാങ്കിൾ ഉണ്ടല്ലോ, അതാണല്ലോ നമുക്ക് കണ്ടുപിടിക്കേണ്ട അടുത്തത്. അപ്പോൾ ഒന്നാമത്തെ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കിട്ടി. ഇനി രണ്ടാമത്തെ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ലെങ്ത് എത്ര? 1, ബ്രെഡ്ത്ത് എത്ര? 4 ആണ്. അപ്പോൾ 1 × 4 = 4 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെതും കിട്ടി, അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടി വെച്ചാൽ ആൻസർ ആയി അല്ലേ. അപ്പോൾ എത്ര കിട്ടും? 5 സ്ക്വയർ സെൻറ്റിമീറ്റർ. അപ്പോൾ എന്താണ്? 5 സ്ക്വയർ സെൻറ്റിമീറ്റർ പ്ലസ് 4 സ്ക്വയർ സെൻറ്റിമീറ്റർ. അപ്പോൾ രണ്ടെണ്ണം കൂടെ നമുക്ക് ഒന്നിച്ച് ആഡ് ചെയ്യാം. 5 സ്ക്വയർ സെൻറ്റിമീറ്റർ 4 സ്ക്വയർ സെൻറ്റിമീറ്റർ കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 5 + 4 9 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് പെരിമീറ്റർ കൂടെ കണ്ടുപിടിക്കണം. ഓക്കെ, പെരിമീറ്റർ അറിയാമല്ലോ നമുക്ക്. ഇക്വേഷൻ 2 × L + B ആണ്. അപ്പോൾ ഇതിൻ്റെ പെരിമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കും? ആദ്യം ഈ ഒരു തലയിഞ്ഞെടുക്കുക, പിന്നെ രണ്ടാമത് ഇത് എടുക്കുക. ഇതെങ്ങനെ എടുക്കുന്നത്? ഇതെടുക്കുന്നത് പറഞ്ഞാൽ 2 × ലെങ്ത് എത്ര? 5, ബ്രെഡ്ത്ത് എത്ര? 1. അപ്പോൾ 5 + 1, അതായത് 2 × 5 + 1 എന്ന് പറഞ്ഞാൽ 2 × 6 12 എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒന്നാമത്തതിൻ്റെ നമുക്ക് പെരിമീറ്റർ 12 എന്ന് കിട്ടി. ഇനി രണ്ടാമത്തതിൻ്റെ പെരിമീറ്റർ എന്ത് കിട്ടും? പെരിമീറ്റർ = ഇതാണ് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് 2 × L + B, അഥവാ 2 × L + B എന്ന് പറഞ്ഞാൽ എന്താ? ലെങ്ത് എന്താ? ഇവിടെ 1 ആണ്, ബ്രെഡ്ത്ത് എന്താ? ഇവിടെ 4 ആണ്. അപ്പോൾ 1 + 4. അപ്പോൾ 2 × 1 + 4 എന്താ? 5. അപ്പോൾ 2 × 5 10 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ ഇവിടെ 12 സെൻറ്റിമീറ്ററും കിട്ടി, ഇവിടെ 10 സെൻറ്റിമീറ്ററും കിട്ടി. അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? ടോട്ടൽ പെരിമീറ്റർ = 12 സെൻറ്റിമീറ്റർ പ്ലസ് 10 സെൻറ്റിമീറ്റർ = 22 സെൻറ്റിമീറ്റർ എന്ന് നമുക്കിതിൻ്റെ പെരിമീറ്ററും കിട്ടും. ഇനി അടുത്തത് നമ്മളിതാ ഇതേ കണക്കൊരു സംഭവമാണ്, ഒരു പ്ലസ് പോലത്തെ സിമ്പൽ. ഇതിൻ്റെ ഏരിയയും പെരിമീറ്ററും എങ്ങനെ കണ്ടുപിടിക്കുന്ന അറിയാമോ?
ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും? അതുപോലെ തന്നെ പെരിമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കുക? വല്ല വകുപ്പും അറിയാവോ? എന്തോ ചെയ്യും? ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാനത് പറയട്ടെ. ഇതേ കണക്ക് ഇവിടുന്ന് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതൊരു സ്ക്വയറായി കിട്ടത്തില്ലേ? അപ്പോൾ ഇത് ഇവിടെ എല്ലാം 2 ആണ്. ഓക്കെ, അപ്പോൾ എല്ലാം 2 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ഒരു ഡോട്ടഡ് ലൈൻ ഇട്ടാൽ കണ്ടതാ, ഇതിനെ ഇങ്ങനെ മാറ്റിയാൽ ഇതൊരു സ്ക്വയർ, അപ്പോൾ സ്ക്വയർ നമ്പർ 1. ഇതിനെ ഇങ്ങനെ മാറ്റിയാൽ ഇത് സ്ക്വയർ നമ്പർ 2. ഇതിനെ ഇങ്ങനെ മാറ്റിയാൽ സ്ക്വയർ നമ്പർ 3. ഇതിനെ ഇങ്ങനെ മാറ്റിയാൽ സ്ക്വയർ നമ്പർ 4. എന്നാൽ പിന്നെ ഇതും സ്ക്വയർ തന്നെയല്ലേ? 2/2. അപ്പോൾ 5 സ്ക്വയർ കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? 2 × 2 ആണല്ലോ. ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ ഒരെണ്ണം മാത്രം നമുക്ക് പരിഗണിക്കാം. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അതായത് ലെങ്ത് എത്ര? 2, ബ്രെഡ്ത്ത് എത്ര? 2. അപ്പോൾ 2 × 2 4. മനസ്സിലായോ? 4 കിട്ടി. ഒരെണ്ണം വലിയ 4 കിട്ടിയത്. ഇതുപോലുള്ള എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5 എണ്ണം ഉണ്ട്. അതേപോലുള്ള, അതായത് 4നെ പോലുള്ള 5 എണ്ണം ഉണ്ട്. എളുപ്പമില്ലേ? 4 × 5. അപ്പോൾ എത്ര കിട്ടും? 20 സ്ക്വയർ സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഇത്ര ഓക്കെ ആണോ? ഓക്കെ ആണ്. ഇനി തീർന്നില്ല, പെരിമീറ്ററൂടെ കണ്ടുപിടിക്കണം. പെരിമീറ്റർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? നമുക്കറിയാം, ഈ സൈഡുകളെല്ലാം ആഡ് ചെയ്ത് പോകുന്നതല്ലേ? ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എത്ര സൈഡുണ്ട്? നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. 12, അതായത് 2 വരുന്ന 12 സൈഡുകളുണ്ട്. ഇപ്പോൾ 2 × 12 എത്ര കിട്ടും? 24 സെൻറ്റിമീറ്റർ എന്ന പെരിമീറ്ററും കിട്ടും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലേക്ക് ഇടുക. ഇതുവരെ ക്ലാസ് കേട്ടിരുന്ന എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിർത്തുകയാണ്. താങ്ക് യു സോ മച്ച്.